റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട കാവ്യം എഴുതുന്ന മഹാനാണ്, കവിയാണ് ഹസ്സാൻ. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരഹത്തെ കുറിച്ചിട്ട് മഹാനവറുകൾ ഇങ്ങനെ വിരചിച്ചിട്ടുണ്ട്. വജ്ഹി യഖീക തുർബന ഫീ ലൈതമേ വയബ്തു ഖബലക ഫിൽ ബഖീൽ വറഖദി ഹബീബി വമലാദി വമശ്റബി. എനിക്ക് നിങ്ങളെ വിരഹം, മരണം, വഫാത്ത് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. യാ ലൈതനി സുബ്ഹതു തുമ്മൽ അസ്വദി. ഞാൻ നേരത്തെ വിഷബാധയേറ്റ് മരിച്ചിരുന്നെങ്കിൽ ഹസ്സാന്റെ മോഹം എഴുതി വെക്കുകയാ. ഹസ്സാന്റെ വിലാപമാണ്. ഞാൻ നേരത്തെ വിഷബാധയേറ്റ് മരിച്ചിരുന്നെങ്കിൽ അങ്ങയുടെ വിലാപവേദന സഹിക്കേണ്ടതില്ലായിരുന്നല്ലോ നബിയേ. യാ ലൈതനി ലം ഊലദ്. ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നബിയെ ഞങ്ങളുടെ വിരഹവേദന അറിയണ്ടായിരുന്നല്ലോ. ഞാനാദ്യം മരിച്ചു പോയിരുന്നെങ്കിൽ. അതാ മറ്റൊരു കാവ്യത്തിൽ അവസാനം എഴുതി വെക്കുകയാ, ഞാനതാ മരിച്ചു പോയിരുന്നെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാനതാ മണ്ണായി പോകുമല്ലോ. ആ മണ്ണിന്റെ മീതെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടത്തുമല്ലോ. ആ മുത്തുനബിയെ തങ്ങൾ ഒന്ന് കിടന്നാൽ ഹസ്സാന്റെ മേലെയാകുമല്ലോ. അതാണ് ഹസ്സാൻ ആഗ്രഹിക്കുന്നതെന്ന, അതാണ് ഹസ്സാൻ മോഹിക്കുന്നതെന്ന എഴുതി വെക്കുകയാ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതാണ് മഹാന്റെ ഹോബി. എല്ലാ ദിവസവും മുത്തുനബിയെ ഇങ്ങനെ വരും, തങ്ങളുടെ അടുത്ത് വരും, തങ്ങളെങ്ങനെ കാണും, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഒരിക്കൽ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. കരഞ്ഞ് 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 അതാ തങ്ങൾ ചോദിക്കുന്നു, യാ സൗബാൻ, എന്ത് പറ്റിപ്പോയി? എപ്പോഴും ചിരിച്ചിരിക്കുന്ന സൗബാനെ, മന്ദസ്മിതം തൂകിരിക്കുന്ന സൗബാനെ റളിയല്ലാഹു അൻഹു, ഇന്നെന്ത് പറ്റിപ്പോയി? വല്ല വിഷമവുമുണ്ടോ? അതാ മുഹബ്ബത്തിന്റെ ലോകമറിയണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു തുടങ്ങിയാൽ എല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുമല്ലോ. സൗബാൻ തങ്ങൾ പറയുന്നത്, യാ നബിയേ, ഇന്ന് പകലിൽ എനിക്ക് അങ്ങനെ കാണണമല്ലോ, രാത്രിയിൽ എനിക്ക് അങ്ങനെ കാണണമല്ലോ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമ്പോ തങ്ങൾ അടുക്കൽ വന്നാൽ തങ്ങളെ കാണാമല്ലോ, തങ്ങൾ പരിഗണിക്കുന്നല്ലോ. നാളെ ഞാൻ മരിച്ചിട്ട് ആഖിറത്തിലേക്ക് മഹ്ശറയിൽ ഞാൻ വരുമല്ലോ. നബിയേ, ഈ സൗബാൻ തങ്ങളെ കാണാത്ത ഒരു നിമിഷവും ഇഷ്ടമല്ല. സൗബാൻ തങ്ങളെ സ്പർശിക്കാത്ത സമയങ്ങൾ ഇഷ്ടമല്ല. തങ്ങളെ കൂടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ. എന്നാൽ ആഖിറത്തിൽ സൗബാൻ തങ്ങളോട് തങ്ങളെ കാണണമെന്ന് കരുതുമ്പോ, തങ്ങളടുത്തേക്ക് വരുമ്പോ ഉമർ തങ്ങളുണ്ടാകുമല്ലോ, അബൂബക്കർ തങ്ങളുണ്ടാകുമല്ലോ, അലിയാർ തങ്ങളുണ്ടാകുമല്ലോ. നബിയേ, സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പരിഗണിക്കുമോ? സൗബാനെ കൂട്ടുപിടിക്കുമോ? അതാണ് ഉമ്മമാരെ. മുൻഗാമികളായ സ്വഹാബിമാര്, മുൻഗാമികളായ മഹത്തുക്കളായ മഹാരഥന്മാര് ആഗ്രഹിച്ചിരുന്നത്, അവർ ഇഷ്ടപ്പെട്ടിരുന്നത്, അവർ കൊതിച്ചിരുന്നത്
ഏറ്റവും പുണ്യവത്തായ കാര്യമാണല്ലോ. അതാ റബീഉബ്നു കഅബുൽ അസ്ലമി, മറ്റൊരു സ്വഹാബിയാണ് റബീഉബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അംഗസ്നാനം ചെയ്യാൻ വുളൂഇന് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ്. അതാണ് മഹാനവറുകളുടെ ഹോബി എന്ന് പറയുന്നത്. മഹാനായ റബീഉൽ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഉറക്കൊഴിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വുളൂഇനുള്ള വെള്ളമായിട്ട് വരികയാണ്. എല്ലാ ദിവസവും ഇങ്ങനെയാണ്. അതാ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാവിലെ ഉണരേണ്. റാബിയ റളിയല്ലാഹു അൻഹു മുന്നിൽ നിൽക്കുന്നുണ്ട്. അതാ കഅബുൽ അസ്ലമി തങ്ങളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സലയാ റബിയ, റബിയ ചോദിച്ചോ, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോ റബിയ. അതാ മഹാനായ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ ചോദിക്കായിരുന്ന, യമനിലെ രാജാവാകാൻ ചോദിക്കായിരുന്ന, ആ പട്ടണത്തെ മന്ത്രിയാകാൻ ചോദിക്കായിരുന്ന മഹാന് ചോദിച്ചത്, അസ്അലുക മുറാഫതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. നബിയേ, എനിക്ക് വേണ്ടത് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ സാമീപ്യമാണ് നബിയേ. അങ്ങയെ കൂടെ കൂട്ടുമോ നബിയേ? അങ്ങനെ പരിഗണിക്കണേ നബിയേ. ഒന്ന് റബിയനെ വിളിക്കുമോ? അതാ തങ്ങൾ തിരിച്ചു ചോദിക്കേണ, ആ വൈറദാലിക യാ റബിയ, വീട്ടില് പട്ടിണിയുള്ള റബിയനോട് ചോദിക്കേണ്, വേറെന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഭക്ഷണം വേണോ? വെള്ളം വേണോ? സമ്പത്ത് വേണോ? രാജാവാകണോ? ചോദിച്ചോ റബിയ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്, വെറുതെ ആകൂല. റബിയ വേറൊന്നും ചോദിക്കുന്നില്ല. അസ്അലുക മുറാഫതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടൊപ്പം എനിക്ക് ആഖിറത്തിൽ കഴിയണം നബിയേ. ഇതുപോലെ അതിനാണ് കഅബുൽ അസ്ലമി ഉറക്കം വേണ്ടാന്ന് വെച്ചത്, അങ്ങയിലേക്ക് കടന്നു വരുന്നത്. അതാ തങ്ങൾ എന്നെ കൂട്ടുകൂട്ടുമോ? അതാ അസ്ലമി തങ്ങൾക്ക് തങ്ങൾ കൊടുക്കേണ്, ഞാൻ എവിടെയാണ് വരേണ്ടതാ? മഹാനായ കഅബുൽ അസ്ലമി ചോദിക്കേണ്, നബിയേ, അങ്ങയെ കാണാൻ, അങ്ങൊന്ന് പരിഗണിക്കാൻ, അങ്ങൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ എവിടെയാണ് കഅബുൽ അസ്ലമി വരേണ്ടതാ? ഇന്റെ ഹൗദിൽ കൗസറിന്റെ അടുക്കൽ ഞാനുണ്ടാകും, വരണേ കഅബേ. അപ്പോഴും കഅബുൽ അസ്ലമി തങ്ങൾ ചോദിക്കേണ്, ഞാൻ അവിടെ എത്തിയാൽ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? മുത്തുനബി കൊടുക്കേണ്, ഇന്നലെ മീസാന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകുന്നതാ, അവിടെ വരണേ, എന്നെ കാണാൻ പറ്റുന്നതാ. അതാ കഅബുൽ അസ്ലമി തങ്ങൾ ചോദിക്കേണ്, അവിടെ വന്നാൽ എനിക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഈ കഅബുൽ അസ്ലമി ഒറ്റപ്പെട്ടു പോയാൽ എവിടെ വരണം നബിയേ? ഇന്ന സിറാത്ത് പാലത്തിന്റെ അടുത്ത് ഞാനുണ്ടാകും, വരണേ അസ്ലമി. ഞാൻ നിങ്ങളെ കൈപിടിക്കുന്നതാ, സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാ. ഇത് പഠിപ്പിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹ്. ഉറക്ക സ്വലാത്ത് ചൊല്ലണേ, മുഹബ്ബത്ത് റസൂലുള്ളാഹ്. അതാണ് മഹത്തുക്കളായ മഹാരഥന്മാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത മഹാന്മാരുടെ സ്നേഹലോകം എന്ന് പറയുന്നത്.
ഈ സ്നേഹലോകമാണ് നാം പുതിയ കാലത്ത് വിശേഷിച്ചും പരിചയപ്പെടേണ്ടത്. തങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു ചെല്ലുക, അറിയാൻ ശ്രമിക്കുക, പഠിക്കുക. അത് തന്നെയാണ് ഈ കാലത്ത് നമുക്ക് അതിജയിക്കാൻ പാരത്രിക മോക്ഷത്തിന് പ്രധാനമായ ഹേതുമെന്ന് പറയുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലാണ്. അതാ തന്റെ വയറ്റത്തൊരു കുത്തേറ്റിട്ട് ഇയഞ്ഞി അലിയാര് തങ്ങൾ അടുത്തെത്തുകയാ. അലിയാര് തങ്ങളോട് വന്ന് ചോദിക്കേണ്, യാ അലി റളിയല്ലാഹു അൻഹു, ഈ ഉമറദാ വഫാത്താവുകയാ, മരിക്കുകയാ. എനിക്ക് രക്ഷപ്പെടാൻ വല്ല അമലുമുണ്ടോ? വിജയിക്കാൻ വല്ല അമലുമുണ്ടോ? അതാണ് സ്വഹാബികളെ ചിന്ത. എപ്പോഴും അവർ ചിന്തിച്ചിരുന്നത് അള്ളാഹുവിന്റെ കോട്ടില് രക്ഷപ്പെടണമല്ലോ, മുത്തുനബി തങ്ങൾ പരിഗണിക്കണമല്ലോ, സ്വർഗത്തില് കടക്കണമല്ലോ. അതാ അലിയാര് തങ്ങൾ കൊടുക്കണ. ആരാണ് അലിയാരെന്നറിയുമോ? അന മദീനത്തുൽ ഇൽമി വഅലിയു ബാബുഹാ. അല്ലാഹുവിന്റെ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ മദീനയുടെ പട്ടണമാണ്, അലിയാര് തങ്ങൾ മദീനയിലേക്കുള്ള കവാടമാണ്. ആ അലിയാര് തങ്ങളോട് മഹാനായ ഉമർ തങ്ങൾ ഒന്ന് ചോദിക്കേണ്, രക്ഷപ്പെടണേ, വല്ല അമലുമുണ്ടോ? മരണവിലാപത്തിലാ. അതാ അലിയാര് തങ്ങൾ കൊടുക്കുന്ന മറുപടി ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അൻഖറാ. മുത്തുനബിയുടെ പൊരുത്തം കിട്ടിയില്ലേ? മുത്തുനബിക്കൊപ്പം യുദ്ധം ചെയ്യാൻ ഭാഗ്യം കിട്ടിയില്ലേ? തങ്ങളോടൊപ്പം നിൽക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ? പോരേ ഉമറേ. എന്നാൽ ഉമർ തങ്ങൾ ചോദിക്കണ, മഹാനായ അബൂബക്കർ തങ്ങളുണ്ടല്ലോ, എത്ര വലിയ മഹാനാണ്, എത്ര വലിയ ഭാഗ്യം കിട്ടിയവരാ. എന്താണ് അബൂബക്കർ തങ്ങളെന്നറിയുമോ? ലോകത്തുള്ള കോടാനോട് സൃഷ്ടികൾ ഈമാനുണ്ടല്ലോ, അതാ ഒരു താസിന് വെക്കട്ടെ. മഹാനായ അബൂബക്കർ തങ്ങളെ ഈമാൻ ഒരു താസിന് വെച്ചാലേ സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങളെ ഈമാനായ അബൂബക്കർ തങ്ങളെ ഈമാൻ ഏറ്റവും മുകളിലാകുമേ, എല്ലാ മനുഷ്യരുടെയും ഈമാൻ താഴെയാകുമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചപ്പോൾ, റസൂലുള്ളാഹിന്റെ ഒപ്പം നിന്നപ്പോൾ കിട്ടിയ ബഹുമാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധിവസിക്കുന്ന നാടാണ് മദീന. അത് പ്രതീക്ഷയാണ്, അഭയമാണ്. സബ്സേ ഔലവാഇലാ ഹമാരാ നബി, अपने मौला का प्यारा हमारा नबी, दोनों आलम का दूल्हा हमारा नबी. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരു ലോകത്തിന്റെയും നായകനാണല്ലോ, രക്ഷയാണല്ലോ, പ്രതീക്ഷയാണല്ലോ. ഏതുമ്മക്കാണ് കുട്ടിയെ മറക്കാൻ കഴിയുക? നമ്മളൊക്കെ ഖബറിൽ കിടക്കുമല്ലോ, നമ്മളൊക്കെ ആറടി മണ്ണിൽ കിടക്കുമല്ലോ. അങ്ങനെ കബറാകുന്ന ആറടി മണ്ണിലേക്ക് നമ്മളെ ഇറക്കി വെക്കുമല്ലോ. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഉമ്മ മറക്കുമല്ലോ, ഉപ്പ മറക്കുമല്ലോ, മക്കള് മറക്കുമല്ലോ. എന്നാലും നമ്മളെ മറക്കാത്ത നബിയാണ് മുത്ത് റസൂലുള്ളാഹ്. പരിഗണിക്കുന്നവരാ ആഖിർ സമാനിൽ രക്ഷപ്പെടാൻ, കബറിൽ കൂട്ടുവരാൻ, നമ്മളെ പരിഗണിക്കാൻ തങ്ങൾ
തങ്ങളാണല്ലോ അതിന് നാം കൊണ്ടു നടക്കേണ്ടത്. ഏറ്റവും വലിയ മൂല്യവത്തായ ആശയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇവിടെ ബാക്കി വെച്ചു പോയത് അവിടുത്തെ ആസ്തികളല്ല, സമ്പത്തുകളല്ല, അവിടുത്തെ സന്താനങ്ങളാ, അവിടുത്തെ പരമ്പരയാ. ലോകത്ത് മുത്തുനബിയേക്കാൾ ബറക്കത്തുള്ള കുടുംബമുണ്ടോ? എന്റെയും നിങ്ങളുടെയും തറവാടുണ്ടല്ലോ. 10 വല്യപ്പമാരെ പരമ്പര കഴിഞ്ഞാൽ അവിടെ മുസ്ലിമീങ്ങൾ വരുമല്ലോ. ലോകത്ത് ശറഫായ പരമ്പര ഏതാ? ബറക്കത്തുള്ള പരമ്പര ഏതാ? അഹ്ലു ബൈത്തല്ലേ. നമുക്ക് കിട്ടിയ ഒരു മുത്തേതാ? നമ്മുടെ പ്രതീക്ഷ ഏതാ? നമ്മുടെ അത്താണ് ഏതാ? ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദുണ്ടല്ലോ. ഉമ്മമാരെ, ഉപ്പമാരെ, എന്തൊരു ഭാഗ്യമുള്ളവരാണ് ഈ നാട്ടുകാരെ. എല്ലാവർക്കും ഇതുപോലെ ഒരു ഭാഗ്യം ലഭിച്ചില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയോടൊപ്പം നിന്ന ആ തങ്ങൾ ഉസ്താദ് സലാം പറയുമ്പോ മദീനയിലെ രാജകുമാര് മടക്കുമല്ലോ. ആ മടക്കത്തിൽ എന്റെ പേര് വന്നാൽ, ആ മടക്കത്തിൽ എന്റെ സലാം വന്നാൽ അത് വെറുതെയാകില്ല. ഖബറിൽ പ്രകാശം കിട്ടാൻ, ആഖിറത്തിൽ വിജയിക്കാൻ അവസാനം നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കേണ. ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമല്ലോ, ദീന് ചോദിക്കുമല്ലോ. അങ്ങനെ ഓരോ ചോദ്യങ്ങളും വന്നാൽ അടുത്ത ചോദ്യം എന്താ? ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ രക്ഷപ്പെടും. എന്നാൽ ഓപ്ഷൻ ഇല്ലാത്ത ഒരു ചോദ്യമുണ്ട്. അതാ ഒരു ഫോട്ടോ കാണിച്ച് ചോദിക്കാണ്. ഹൃദയത്തിന് മുത്ത് റസൂലുള്ള ഹബീബായ തങ്ങളുള്ള ഉമ്മ, മുടങ്ങാതെ 100 സ്വലാത്ത് ചൊല്ലിയ ഉമ്മ. ആ ഫോട്ടോ കാണിച്ച് ചോദിക്കും കേട്ടോ, ഒരു അമലും വേണ്ട. ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരുടെ ഫോട്ടോയാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാവുന്നതാ. അതുകൊണ്ട് ഈ ഉസ്താദുമായിട്ടുള്ള ബന്ധം മുറുകെ പിടിക്കണേ, കൂട്ടുപിടിക്കണേ, നഷ്ടപ്പെടൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹ്ശറാവൻ സഭയുണ്ടല്ലോ. അതാ അവിടെ ലക്ഷോപലക്ഷം പ്രവാചകന്മാർ അടിനിരക്കുകയാ. എല്ലാ മനുഷ്യരും മുത്തുനബി അടുത്തേക്കാ നടക്കുന്നത്. ഓരോ പ്രവാചകന്മാരും കഴിയുകയാണ്, ആദം നബി കഴിയുകയാണ്. എന്റെ കാര്യം തന്നെ പരിതാപകരമാണ്. മഹാന ഈസാ നബി കഴിയുകയാണ്. അതാ എല്ലാവരും കഴിയൊഴിഞ്ഞ് അവസാനം മുത്തുനബിയുടെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ്, പരിഗണിക്കുമോ ഈമാനുള്ള ഉമ്മ? അത് ചോദിക്കാനും ഒരു പൂതി വേണ്ടേ, ഒരു യോഗ്യത വേണ്ടേ? തങ്ങളെ അറിയണ്ടേ, തങ്ങൾ പരിഗണിക്കണ്ടേ? അങ്ങനെ ആ തങ്ങളോട് ചോദിക്കുമ്പോ മുത്ത് റസൂലുള്ള എന്റെ റിക്വസ്റ്റ് ഏറ്റെടുക്കുകയാ, അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയാ. അല്ലാ ഇതെന്റെ ഉമ്മത്താണ്, എന്നെ കണ്ടവരല്ല. ഇവരെ സ്വർഗത്തില് കടത്താതെ ഞാൻ സ്വർഗത്തില് കടക്കൂല. ഉമ്മമാരെ, അതാണ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇനിയോ നമ്മൾ ചെയ്ത കുറ്റങ്ങൾ കാരണം റസൂലുള്ളാഹിനോട് അഭേദ്യമായ ബന്ധമുള്ള ഒരു മുഹിബാണ്. അവനെ നരകത്തിലേക്ക് സെലക്ട് ചെയ്തതാണെങ്കിൽ ഒറ്റ അമല് കൈവശമുണ്ടോ? മുഹബ്ബത്ത് റസൂലുള്ളാഹ്, അസ്സലാത്തു റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനോട് പ്രേമമുണ്ടോ, ഹുബ്ബുണ്ടോ? ആ റസൂലുള്ളാഹ് അതാ നരകത്തിലേക്ക് വിരിച്ച മനുഷ്യന്റെ ഹിസാബില് അവന്റെ ഏടിൽ ഇടപെടുകയാ. ആ ഏടിൽ
ഇടപെട്ടിട്ട് ആ മനുഷ്യനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച സ്നേഹമുണ്ടല്ലോ, അവിടത്തേക്ക് സമർപ്പിച്ച സ്വലാത്തുണ്ടല്ലോ, അതെല്ലാം തങ്ങളതാ ഒരു തൂവാലയുടെ രൂപത്തില് അവന്റെ ഇസാഭാഗം അവന്റെ ത്രാസിലേക്ക് ഇടുകയാ. ആ ഒരൊറ്റ ഇടല് കാരണം രക്ഷപ്പെടുകയാ, വിജയിക്കുകയാ. അതുകൊണ്ട് മറക്കാതെ കൊണ്ട് നടന്നോ മുഹബ്ബത്ത് റസൂലുള്ളാഹ്.